അങ്ങനെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷൻ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നിയമസഭാ ഇലക്ഷൻ്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത്. നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യണം, നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് പല തരത്തിൽ നമ്മുടെ കുടുംബത്തിലേക്കും വീട്ടിലേക്കും പേഴ്സണലിയും ഒക്കെ വോട്ട് ചോദിച്ച് പല ആളുകളും വരും. അവരോട് നമ്മൾ നിർബന്ധമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുമ്പിലേക്ക് ചില വിഷയങ്ങൾ, കാരണം കഴിഞ്ഞ 5 വർഷവും 10 വർഷമൊക്കെ നമ്മൾ കണ്ടവരാണ്, പലതരം വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ഷൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ആ സമയത്ത് എന്താണോ കത്തി നിൽക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകളുണ്ടാവും, കുറച്ച് ചാനൽ ചർച്ചകളുണ്ടാകും, കുറച്ച് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പിന്നാലെ പോയി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ പൊതുവെ നമുക്ക് കാണാറുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അതിനെയൊക്കെ ഒന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ, ഭരണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ പ്രതിപക്ഷമാണെങ്കിലും നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യം കൃത്യമായി ചോദിക്കാനും അറിയാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ ഒന്ന് വളരെ ചുരുക്കി ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു BJP ആണ് ഭരിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില തീരുമാനങ്ങളുടെ വിഷയത്തിൽ എന്താണ് നിങ്ങളൊരു ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും. അതേപോലെ തന്നെ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, പല ഗവൺമെൻറ് മാറി മാറി വരുമ്പോഴും നിലനിൽക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട് ആ വിഷയങ്ങളിൽ. അതുപോലെ തന്നെ അവകാശങ്ങൾ, ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളോ മറ്റോ ഒക്കെ എന്തെങ്കിലും അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതിനോടുള്ള സമീപനത്തിൻ്റെ വിഷയം, മലബാർ മേഖലയിലുള്ളവരാണെങ്കിൽ ആ പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ സോഷ്യൽ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ചില നയനിലപാടുകൾ, അതിൽ പറ്റുന്ന പല പരിക്കുകൾ, അതേപോലെ തന്നെ കുടുംബ സംവിധാനം പോലുള്ളതിനെ തകർക്കുന്ന രൂപത്തിലുള്ള ചില ഇടപെടലുകൾ, അതേപോലെ തന്നെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ, ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ പൊതു ചർച്ചകളിൽ വരാറുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളായി വരാറുണ്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഇതിന് ഇന്ന കോൺസിക്വൻസുകളില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്ന് ഓരോരുത്തരും നമ്മളെന്ത് ചെയ്യണം, അത് നമ്മളോട് വോട്ട് ചോദിച്ചു വരുന്ന ആളുകളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കണം. നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോഴത്തെ അഭിപ്രായങ്ങളും അതേപോലെ നിലപാടുകളൊക്കെ രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്കാണ്. അതിൽ സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ ഔട്ട്ഡോർ ക്യാമ്പയിൻസ്, ഈ 2 കാര്യങ്ങളും റണ്ണ് ചെയ്യാൻ ഓരോ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓരോ സംഘടനകളും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ ധാരകളും ശ്രദ്ധിക്കുക, അവരുടേതായിട്ടുള്ള നെറേറ്റീവ്സ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും അവരുടെ നെറേറ്റീവ്സ് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ നെറേറ്റീവ്സ് പുഷ് ചെയ്യാൻ അവരുടെ പ്രത്യേക സംസാരങ്ങൾ ഉണ്ടാവും, ക്യാമ്പയിൻസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ആൽഗോരിതം സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ സുനിൽ കനകോലു ഇടപെട്ടാണ് UDFൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, നികേഷ് കുമാർ LDFന് ചെയ്യുന്നുണ്ട്, NDAക്ക് സ്വാഭാവികമായിട്ടും വലിയ സംവിധാനങ്ങൾ നാഷണലി അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനിടയിൽ നിൽക്കുമ്പോൾ നമ്മളെ മുന്നിലേക്ക് വരുന്ന ഫീഡുകൾ വായിച്ചുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി എന്താണ്, LDF UDF NDA നെറേറ്റീവ്സ് നമ്മൾ ഫീഡ് ചെയ്യുന്നു, നമ്മൾ സ്വീകരിക്കുന്നു, അത് മാറുന്നതാണ്. പല മേഖലകളിലും ഈ 3 സംഘടനകളും വൽക്കരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ 3 സംഘടനകളുടെ നിലപാടുകൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മുന്നണികളുടെ ഇവിടെ NDA എന്ന് പറഞ്ഞ മുന്നണി മത്സരരംഗത്തെ അല്ല, LDF UDF മാത്രമേ ഉള്ളൂ, അവർ അപ്രസക്തമാണ് ഒരു പരിധി വരെ പറയാം. ഇപ്പോൾ LDF UDF ഇരു മുന്നണികളും ഒരേ സമയം ഒരേപോലെ വിമർശിക്കപ്പെടുന്ന പല ഏരിയകളുണ്ടാവും. ആ പല ഏരിയകളിലും നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് ഈ നെറേറ്റീവ്സ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകില്ല. കാരണം നെറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത്തരം വിഷയങ്ങൾ അവർക്ക് ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ എണ്ണിയ ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടാവുകയും അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയും നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നമ്മൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള വലിയ ക്യാൻവാസുള്ള ചേഞ്ചുകൾ നടക്കുള്ളൂ. ഇപ്പോൾ ചെറിയ റോഡ് പ്രശ്നം വളരെ ചെറുതാണെന്നോ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ കാലത്തും ആവർത്തിക്കപ്പെടുന്ന, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ള റോഡ് നന്നാക്കുക, ചെറിയ ഇൻഫ്രകളോ അങ്ങനത്തെ വിഷയങ്ങൾ ഒതുങ്ങി നിൽക്കാതെ വലിയ ക്യാൻവാസുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾ പോവുകയും ആ വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നുള്ളതാണ്. അതിൽ ഓരോന്നായി നമുക്ക് എണ്ണി തന്നെ പോകാം. ഒന്നാമതായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഒരു പൊതുവെ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്നിട്ടല്ല കേരളം നിലവിൽ ഇപ്പോൾ BJP ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അവിടെ
നിങ്ങളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ അവിടെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കൃത്യമായ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റും. അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ എത്രത്തോളം പറ്റുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കണം. കാരണം ഇപ്പോൾ ഈ NDAയുടെ പല സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ അവർ രണ്ട് മുനയുള്ള സർക്കാർ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഒപ്പം വന്നാൽ ഒരുപാട് ഉപകാരം ഉണ്ടാവുന്ന അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ എന്ത് ഓൾട്ടർനേറ്റീവാണ് നിങ്ങൾക്കുള്ളത്, ആൻഡ് എന്താണ് അവരുടെ ഓരോ അജണ്ടകൾ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നയങ്ങൾ അവർക്കുണ്ടാവും, വലിയ രീതിയിലുള്ള ഒരുപാട് ഭാവിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള നയങ്ങൾ കാര്യങ്ങൾ അവർ പ്രഖ്യാപിക്കുന്നുണ്ടാവും. അതിനെ എങ്ങനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും? ഭയങ്കരമായിട്ട് അവർ ബുദ്ധിമുട്ടിക്കും. ആ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് പോലും അവരുടെ അജണ്ടകൾക്ക് അടിയറവ് പറയാതെ എങ്ങനെ നിലനിൽക്കും? ഫോർ എക്സാമ്പിൾ ഈ ലേറ്റസ്റ്റ് ഉണ്ടായ PM ശ്രീ വിദ്യാഭ്യാസ രംഗത്തിന്റെ കാവ്യവൽക്കരണമാണ് ഏറ്റവും വിഗറസ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യാറുള്ളത്. അതിനുള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ PM ശ്രീയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അതിനോട് എന്ത് നിലപാടാണ് ഇപ്പം ഈ കേരളത്തിലെ കഴിഞ്ഞ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടാൻ അല്ലെ, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോയി ഒപ്പിട്ടത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് അതെന്താണ്, അത് തുടരാനാണോ? ഇനി അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും ഇത് നടപ്പിലാക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കോൺഗ്രസ് നടപ്പിലാക്കിയത് എന്തിന്? കേരളത്തിലും അത് തന്നെ തുടരാനാണോ പ്ലാൻ? ഇത് നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷമായതുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എതിർക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ എതിർപ്പ് മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഭരണപക്ഷത്തുള്ള പാർട്ടിയെ ഏതെങ്കിലും വിഷയത്തിൽ എതിർക്കുന്നുണ്ടെങ്കിൽ അവർ ആ എതിർപ്പിൽ നിന്ന് തുടർന്നു കൊള്ളണമെന്നുള്ളത് നമ്മൾ ആ ഒറ്റ എതിർപ്പിൽ മനസ്സിലാക്കരുത്. സ്വാഭാവികമായിട്ടും ആ എതിർപ്പ് തുടരുമെന്നുള്ളത് അവരിൽ നിന്ന് ഉറപ്പ് നമ്മൾ വാങ്ങണം. കാരണം സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ഈ ഒരു സംശയം അവിടെ ഉണ്ട്. അവരത് ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അത് എന്താണ്, കേരളത്തിലും അത് തുടരാനാണോ പ്ലാൻ? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പല സാധനങ്ങളും വരും. അത് നടപ്പിലാക്കാൻ അവരുടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഫണ്ട് പല രീതിയിൽ നമ്മൾ ഡിഫൻസിലേക്ക് കൊണ്ടുപോകും, ടൈറ്റ് ആക്കും. ആ സമയത്ത് എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ളതിന് വ്യക്തമായ അവിടെ ആവശ്യമുണ്ട്. അത് ഒരു വിഷയം അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിൽ എല്ലാ സർക്കാരുകളും പ്രശ്നമാകുന്ന ഒരു ഏരിയ ഈ ആഭ്യന്തരം തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ LDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിലും ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ആഭ്യന്തരം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ എന്താണ് നിലപാട്? ഇപ്പം ഉദാഹരണത്തിന് കരി നിയമങ്ങൾ UAPAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് എന്താണ്? അത് പിന്നെ UDF കാലഘട്ടത്തിൽ അതിനെതിരെ സമരം നയിച്ച ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ DYFI. അപ്പോൾ UAPA കരി നിയമങ്ങൾ ആ പോസ്റ്ററുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ LDF കാപ്പ ചുമത്തുക എന്ന് പറയുന്നതിനോട് സമീകരിച്ചൊക്കെ ശരിക്കും നറേറ്റീവ് തന്നെ കേരളത്തിൽ UAPAക്കെതിരെ ഉണ്ടാക്കിയെടുത്തവരാണ് DYFI ആയിരുന്നു. പക്ഷേ അവർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പോലീസിന്റെ കാവ്യവൽക്കരണവും അതേ കാര്യം അവർ ചെയ്യുന്നതുമാണ് നമ്മൾ. അതും ഈവൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പല പ്രവർത്തകരെ പോലും UAPAയുടെ പേര് പറഞ്ഞുകൊണ്ട് അറസ്റ്റിലാക്കുകയും അലന്താഹ വിഷയങ്ങൾക്ക് നമുക്ക് അറിയാവുന്ന പുസ്തകം കയ്യിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഭീകര പ്രവർത്തനമായിട്ട് മാറിയത്. അപ്പം അത് എന്തുകൊണ്ട് അത് തുടരാനാണോ പ്ലാന്? ഇനി നിങ്ങൾ പിന്നെ മൂന്നാം തവണ വന്നാൽ അത് തന്നെയാണ് തുടരുക. ഇനി UDFനോടാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ആഭ്യന്തരം അത് തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് പോലീസിലെ കാവ്യവൽക്കരണം. പോലീസ് വലിയ രൂപത്തിൽ കാവ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അജിത് കുമാറിൻ്റെ സംഭവം, സുജിത് ദാസിൻ്റെ സംഭവമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. അതൊക്കെ ആ ഒരു PV അൻവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത് ഭയങ്കര അതിങ്ങനെ ആ സമയത്തുള്ള ഒരു ചർച്ചയായിട്ട് പോകേണ്ട കാര്യമല്ല. അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതാണ്. ഈ ഇലക്ഷൻ സമയത്താണ് നമ്മൾ ചോദിക്കേണ്ടത്. മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മലപ്പുറത്തിനെ ക്രൈം ക്യാപിറ്റലാക്കാനുള്ള പദ്ധതി അത് എന്തിനു ചെയ്തു, അതിനെന്തിനു കൊടപിടിച്ചു? ഒരു 10 പേരുള്ള ഒരു കേസിൽ 10 FIR ഇടുന്നു. ഒരു FIR ഇടുന്നതിന് പകരം അത് നമ്പർ ഓഫ് ക്രൈംസ് കൂട്ടുന്നു. അത് സുജിദാസ് വന്നതിന് ശേഷം, അജിത് കുമാർ വന്നതിന് ശേഷം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പുള്ളതിനേക്കാൾ വളരെ വലിയ രീതിയിൽ കൂടുന്നു. എന്നാൽ വേറെ രീതിയിലൊന്നും ഇതിന് കോൺസിക്വൻസ് കാണുന്നില്ല. എന്നാൽ പോലീസ് ക്രൈം ഫയലിൽ ആ കേസ് ഇങ്ങനെ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത്? ഇനി മാത്രമല്ല, ഇത്രത്തോളം പ്രശ്നങ്ങൾ ചെയ്ത അജിത് കുമാർ, ദത്താത്രേയ ഹസബല്ലയെ പോയി കാണുക പോലും ചെയ്ത അജിത് കുമാർ, ഇത്രത്തോളം വിമർശനങ്ങൾ അജിത് കുമാർ, ഈ വിമർശനങ്ങളും മറ്റും നിലനിൽക്കുന്ന അതേ സമയത്താണ് അജിത് കുമാറിന് എന്ത് ചെയ്യുന്നത്? DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ തുടരാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത്? അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാര്യം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം വ്യക്തമായിട്ട് ചോദിക്കുകയും അതിൽ നിന്ന് പിന്നിലേക്ക് പോകുമെന്ന ഉറപ്പ്
അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ അധികാരം ലഭിക്കുകയാണെങ്കിൽ അതിന് പിന്നിലേക്ക് പോരുമെന്ന് ഉറപ്പ് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ മിനിമം ഉന്നയിക്കെങ്കിലും വേണ്ടതുണ്ട്. കാരണം ഇത് എന്താ വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണിത്. കാരണം ഇപ്പം നമ്മളുടെ മുമ്പിൽ കുറച്ച് ന്യൂസുകൾ മാത്രമാണ് അവിടെ എന്ത് സംഭവിച്ചു, ഇന്ന ആളെ പ്രതിയാക്കി അതാക്കി. ഇത് നമ്മൾ ഏതൊരാളിലേക്കും വരാൻ സാധ്യതയുള്ള വിഷയമാണ്. ഈ പോലീസിലെ കാവ്യവൽക്കരണം ഈ രൂപത്തിൽ തുടർന്നാൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് വളറബിൾ ആയിട്ടുള്ളത്. ഇത് റീജിയണലി പല കേസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പോലീസുമാരുടെ ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈവൻ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ ആക്സ് ഇല്ല. എന്നാൽ അതിനപ്പുറത്ത് NDAയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർക്ക് അവിടെ ആക്സ് കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്ന കാര്യമൊക്കെ ഒരുപാട് റീജിയണൽ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ന്യൂസുകളായിട്ട് പുറത്തേക്ക് വരുന്നു. പോലീസിൽ RSS സെല്ലുകൾ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഒരു സമയത്ത് ഒരു വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഇരട്ടച്ചങ്ക് നിലപാട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അത് ഉണ്ടാകുമോ എന്നുള്ളത് ആ നിലക്ക് ഒരു ഡിസിസീവായി പിന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാൾ ആഭ്യന്തരമന്ത്രിയായി ഉണ്ടാവുമോ, ഇതൊക്കെ ചോദ്യമാണ്. അത് നമുക്ക് ചോദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതവിടെ കീപ്പിംഗ് ദാറ്റ് അസൈഡ്. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരുന്നത് ഈ പ്രത്യേകിച്ച് മൈനോറിറ്റിയുടെയും മറ്റ് പിന്നെ വിഭാഗങ്ങളുടെയൊക്കെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ, അതിനോടുള്ള സമീപനം. ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഒരു വിഷയമായി വരുന്നത് അത് തന്നെയാണ്. റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഉന്നയിക്കപ്പെടുമ്പോൾ അതിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത്. അതൊരു പക്ഷേ ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ചെറുത് എന്ന് പൊതുസമൂഹം പിന്നെ വിലയിരുത്തുന്നത് പലപ്പോഴും ആ സമൂഹത്തിന് അത് ഭയങ്കര സംഭവമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ലീവുമായി ബന്ധപ്പെട്ടുള്ളത്, പെരുന്നാൾ ലീവ് എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാണ്. പെരുന്നാളിൻ്റെ ലീവ് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരുന്നൊരു കാര്യവും ആ സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചില സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നൊരു കാര്യം. സ്ഥിരമായിട്ട് സംവിധാനമാണ് നിലവിൽ ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ എന്താണ് അങ്ങനൊരു റൈറ്റ് ഉന്നയിക്കുമ്പോഴേക്ക്, അവകാശം ഉന്നയിക്കുമ്പോഴേക്ക് കണ്ടോ വർഗീയത. അതായത് ആദ്യം തന്നെ റൈറ്റ് നിഷേധിക്കുക, എന്നിട്ട് റൈറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കണ്ടോ ഇവർക്ക് മാത്രം മതപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എന്ന് പറയാം. 30% വരുന്ന ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ 2 പെരുന്നാളുകൾ, ഇതിൽ ഫിത്ർ, ഈദ് അദ്ഹ. അതിൽ പല സമയങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾ വെക്കേഷനിലായിരിക്കും ഉണ്ടാവുക. അത് വിടാം. ഒരു പെരുന്നാൾ സ്വാഭാവികമായിട്ടും വർക്കിംഗ് ഡേയ്സ് പലപ്പോഴും വരാറുള്ളൂ. അപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ വിഷയത്തിലെങ്കിലും അവർക്ക് ഒരു 2-3 ദിവസം അവധി എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു ആവശ്യം, ആ ഒരു ആവശ്യം പോലും പലപ്പോഴും ന്യായമായിട്ട് പരിഗണിക്കാറില്ല. മാത്രമല്ല ഉന്നയിക്കുന്നതിനെ വലിയ വിമർശനത്തോടുകൂടി കാണുകയും ചെയ്യുന്നു. അത് എല്ലാത്തിലും ഇപ്പോൾ അതായത് വെച്ചാൽ ആദ്യം അവകാശം നിഷേധിക്കുക, എന്നിട്ട് നിഷേധിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കണ്ടോ ഇവർ മതത്തിൻ്റെ പ്രശ്നം പറയുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരിക, അത് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ കണ്ടോ ഇവർക്ക് മാത്രം മതം പ്രശ്നം. അതേപോലെ തന്നെ സൂംബ വിഷയത്തിൽ നമ്മൾ കണ്ടു. അതായത് ഒരു കാര്യം അടിച്ചേൽപ്പിച്ചു, അപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് മതപരമായി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ കണ്ടോ ഇവർക്ക് മാത്രം പ്രശ്നം. അതേപോലെ തന്നെ മദ്രസ സമയമാറ്റം, ഞാൻ പറയുന്നത് മദ്രസ സമയമാറ്റം ഒരിക്കലും പാടില്ല എന്നുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതൊക്കെ ഒരു ചർച്ചയിലൂടെ കൊണ്ടുവരിക. ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു സംവിധാനമാണല്ലോ മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യത്യാസം വരുമ്പോൾ, സ്കൂൾ സമയമാറ്റം വരുമ്പോൾ അതിന് മദ്രസ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ആളുകളോടൊന്ന് സംസാരിക്കുക, ചർച്ച ചെയ്യുക, ഒരു നല്ല രൂപത്തിൽ അത് കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്ത് പെട്ടെന്ന് അത് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇവർ എതിർപ്പുമായി വരുമ്പോൾ ആ എതിർക്കുന്ന ആൾക്കാരൊക്കെ പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കുക. ഇങ്ങനെ ഒരു സമീപനം. പിന്നെ വേറെ ചില കാര്യങ്ങളിൽ തീരുമാനം മാറ്റാൻ ഇത് മുസ്ലിങ്ങളുടെ ആവശ്യം കൊണ്ട് തീരുമാനം മാറ്റേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വെള്ളിയാഴ്ച കൊണ്ടുപോയേക്കുക, ഉച്ച സമയത്ത് കൊണ്ടുപോയേക്കുക, എന്നിട്ട് മുസ്ലിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടും, അവസാനം തീരുമാനം മാറ്റം ചെയ്യും. അപ്പോൾ അങ്ങനെ മാറ്റാനുള്ള തീരുമാനങ്ങൾ കുറേ ചെയ്യാം. എന്നിട്ട് മാറ്റിപ്പിച്ചിട്ട് ഒരു ഭാഗത്ത് അത് വേറെ രൂപത്തിൽ, അതായത് കണ്ടോ മുസ്ലിങ്ങൾ ഗവൺമെന്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയാനുള്ള സംഖ്യകൾക്കുള്ള വടി, മറുഭാഗത്ത് മുസ്ലിങ്ങൾ കണ്ടോ നിങ്ങളുടെ ആവശ്യമൊക്കെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യാം. ഈ മാതിരിയുള്ള പിന്നെ ആ പരിപാടികൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാവാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ ഒരു കാര്യം, അതായത് റൈറ്റ് നിഷേധിച്ചിട്ട് ചോദിക്കുമ്പോൾ പ്രശ്നക്കാരാക്കുക, അതേപോലെ തന്നെ ചോദിച്ചതിന് ശേഷം അവസാനം അത് അംഗീകരിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക, അതൊരു ഔദാര്യം പോലെ പറയുക. ഇങ്ങനെയുള്ള ഒരു സമീപനം പല വിഷയങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിൽ എന്താണ് നമുക്ക് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാനുള്ളത്? ഈ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഭരണ സംവിധാനം ഏറ്റവും മികച്ചതാകുന്നത് അവിടുത്തെ മൈനോറിറ്റീസിനെ ഏറ്റവും നല്ല രീതിയിൽ ഡീൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത്, അതും അവർക്കൊരു ഒരു അരികുവൽക്കരിക്കപ്പെടുന്ന ഫീൽ ഇല്ലാതെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. അത് ഇതുവരെ അങ്ങനെയല്ല കൊടുത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ലാസ്റ്റ് ഗവൺമെൻറ് വന്നുകൊണ്ടുള്ള മാത്രം പ്രശ്നമല്ല, മുഴുവൻ ടോട്ടലി നമ്മൾ കേരളത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ഒരു പ്രശ്നം കാണാൻ കഴിയും. അത് മുഴുവൻ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും നമ്മൾ ശരിക്കും പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട ഒരു ചോദ്യമാണെന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മലബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവേചനങ്ങൾ നമ്മൾ കുറേ സംസാരിച്ചായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടും +1 സീറ്റ്, അതുപോലെ തന്നെ സ്കൂളുകൾ, മെഡിക്കൽ കോളേജുകൾ,
അതേപോലെ തന്നെ ആശുപത്രികൾ, ഇതിൻ്റെയൊക്കെ ഒരു ലഭ്യതയും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ എണ്ണം, പിന്നെ ഗവൺമെന്റിന്റെ ഗവേണൻസുമായി താലൂക്ക് ആണെങ്കിലും ഓരോ സമിതികളാണെങ്കിലും ഒക്കെ അതിന്റെ എണ്ണത്തിന്റെ കുറവ് പരിഗണന അഥവാ പ്രൊപ്പോർഷണലി കിട്ടുന്നില്ല എന്നുള്ള കാര്യം. പകുതി തെക്കൻ ജില്ലകളെ പരിശോധിക്കുമ്പോൾ പ്രശ്നം സീറ്റ് ആണെങ്കിലും ഗവേണൻസിന്റെ താലൂക്കിന്റെ ആണെങ്കിലൊക്കെ പകുതിയോളമേ പലപ്പോഴും, പകുതിയോ മൂന്നിലൊന്നൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും വരുന്നുള്ളൂ. അവിടെ ഒരു 2 ആൾക്ക് വേണ്ടത് ഇവിടെ 6 ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 3 ഇരട്ടിയോളൊക്കെയാണ് പലപ്പോഴും വിഭജനം കാണിക്കാറുള്ളത്. അത് പല വീഡിയോസിനോട് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. മലബാറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഈ വിഭജനങ്ങൾ കാണാൻ കഴിയും. അത് വളരെ ഗൗരവമായിട്ട് മലബാർ ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ അല്ലാത്ത ആളുകൾക്കും ചോദിക്കാട്ടോ, വേറൊരാളുടെ അവകാശം സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, വളരെ ഗൗരവമായിട്ട് ശരിക്കും ചോദിക്കണം. ഇപ്പം മലപ്പുറം ജില്ലാ വിഭജനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മളോട് വോട്ട് ചോദിച്ച് വരുന്ന ആളുകളോട്. കാരണം ഇത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും പരിഹാരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതാ അവരെങ്ങനെ ചിന്തിക്കും, ബാക്കിയുള്ളവരെങ്ങനെ മുതലെടുക്കും. അത് മുസ്ലിങ്ങൾക്ക് പോലും പറയാൻ മടിയാണ്. അല്ലെങ്കിൽ അത് പറയുമ്പോൾ എന്തോ ഞങ്ങളെന്തോ വർഗീയമായ ഒരു ആവശ്യം ഉന്നയിക്കുകയാണോ, നമ്മളൊരു മതപരമായ ആവശ്യം ഉന്നയിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കും വിധമാണ് നറേറ്റീവ്സ് ഇറക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് പോലും മുസ്ലിങ്ങളായിരുന്നു രൂപീകരിക്കരുതെന്നാണ് മുന്നിൽ നിൽക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് അടക്കം, കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ മുഹമ്മദ് അടക്കം മലപ്പുറം ജില്ല രൂപീകരിക്കരുത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സമരത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൂപ്പര് പേഴ്സണലി ഇതിനെതിരായ കൊണ്ടയക്കണം എന്നില്ല. നേരെ മറിച്ച് ഞാൻ മുസ്ലിം ആണെങ്കിലും ഇത്ര ഒരു വർഗീയ ആവശ്യത്തിനെ എതിർത്തലോ എന്നൊരു അഭിമാനം കൊണ്ടാവാം. അപ്പം അതെന്തോ ഒരു വർഗീയ ആവശ്യമാണ്, അതിനെ എതിർക്കുന്നിടത്താണ് ന്യായം എന്നൊരു അബദ്ധധാരണ നമുക്ക് നറേറ്റീവ്സ് തന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ന്യായത്തോടു കൂടിയുള്ള ആവശ്യങ്ങളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പഠിക്കുക, അത് കൃത്യമായി ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യാന്തരീക്ഷം അത് നിലനിർത്തുന്നതിൽ ഗവൺമെൻറ്റുകളുടെ ഒരു നിലപാടുകൾക്ക് വലിയ പങ്കുണ്ട്. സോഷ്യൽ ഫാബ്രിക് നിലനിൽക്കുന്നത് അതിൽ പലപ്പോഴായി എന്താണ് നിങ്ങളുടെ ഓരോ വിഷയത്തിലുള്ള നിലപാട്? ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്ത് കലക്കിയിട്ട് ആ കലക്കുവെള്ളത്തിന് മീൻ പിടിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി ചെയ്യുന്നതായിട്ട് നമുക്ക്. ഉദാഹരണത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ആദ്യം സ്വീകരിച്ച നിലപാട് എന്താണ്? അതായത് പിന്നെ എന്തു വന്നാലും അവിടെ പിന്നെ ഈ പറഞ്ഞ ഏജിൻ്റെ ഇടയിലുള്ള സ്ത്രീകളെ കയറ്റുമെന്നായിരുന്നു പറഞ്ഞത്. അവിടെ പിന്നെ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് അവരെ ബാധിക്കുക? അവർക്കത് ആ നിലക്ക് പോസിറ്റീവ്ലി ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇനി അതല്ല അവരുടെ ഇടയിൽ പതിയെ മാറ്റം ഉണ്ടായിട്ടാണോ ഇത് നടപ്പിലാക്കണം? ഇതൊന്നും നോക്കാതെ അവിടേക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി സിംപിളി ഒരു പുരോഗമന പട്ടം ലഭിക്കാനും, പിന്നെ പണ്ടത്തെ ഒരു ക്ഷേത്ര പ്രവേശന സമയത്തുണ്ടായിരുന്ന ഒരു വിപ്ലവം അല്ലെങ്കിൽ നവോത്ഥാനം സംഭവിക്കുന്ന ധാരണയിലും അത് ഇലക്ട്രൽ ഗെയിനായിട്ട് വോട്ട് ലഭിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്നൊരു ധാരണയിലാണ് എന്ത് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് ആ മുന്നേറ്റം നടത്തുന്നത്. അന്ന് കുറച്ച് BGM ഇട്ടെന്നല്ലാതെ ഇപ്പം എന്താ ഉണ്ടായത് എന്നുള്ളത് സീറ്റ് പോയി എന്നുള്ളതല്ലാതെ എന്താ ഇപ്പം എന്താ സംഭവം? ഇപ്പം ആചാര സംരക്ഷണ വിപ്ലവമായിട്ട് മാറി. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ഒരു നിലപാട് മാറി എന്നുള്ളത് മാത്രമല്ല, അത് സമൂഹത്തിലുണ്ടാക്കിയ പരിക്കെത്രത്തോളാണ്. അത് വലിയ രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ. മാത്രമല്ല രഹന ഫാത്തിമ പോലത്തെ ആളുകളെ കയറ്റിയതുകൊണ്ടൊക്കെ ഇസ്ലാമോഫോബിക് നറേറ്റീവ്സ് കൂട്ടാനും വലിയ രീതിയിൽ കാരണമായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പൊതുവെ പറയാറുള്ളത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസം. ഇനി ശബരിമലയിൽ അതിൻ്റെ വിശ്വാസികളെല്ലാവരും കൂടി സ്ത്രീ പ്രവേശനമാകാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് അതൊരു വിഷയമല്ല. എന്നിട്ട് അതുവരെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരുടെ ആചാരം വ്യക്തമായിട്ട് അനുഷ്ഠിക്കണം എന്നാണ് താല്പര്യമെങ്കിൽ വേറൊരാളെ ഹാം ചെയ്യാതെ അത്തരത്തിൽ നടത്തണമെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമല്ല നടത്തണമെങ്കിൽ അവർ നടത്തണം എന്നുള്ളതാണ് പൊളിറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡ്. അതിനപ്പുറത്ത് അവരുടെ ആചാരത്തിൽ നമുക്ക് ഇന്ന കറക്ഷൻസ് വേണമെന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പോലും മുസ്ലിങ്ങൾ പ്രതിയായി. രഹന ഫാത്തിമ ഒക്കെ കയറിയിട്ട് അതുപോലും മുസ്ലിങ്ങളുടെ തലയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാക്കുന്ന പരിക്ക് എത്രത്തോളാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ഗവൺമെൻറ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ പുരോഗമന പട്ടം കിട്ടാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നവരാവരുത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഡിവിഷൻ ഈ ചെറിയ സമയം കൊണ്ട് വലിയ രൂപത്തിലുണ്ടായിട്ടുണ്ട്. അതിനൊരുപാട് പ്രവർത്തനങ്ങൾ പിന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ എന്താണ് ഇനി അങ്ങോട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് നേട്ടം കൊയ്യാമെന്നുള്ള വ്യാമോഹം, അത് അവസാനം ആ നേട്ടം എവിടെയൊക്കെ പോകുന്നത് നമുക്ക് എല്ലാവരും അറിയാം. ബേസിക്കലി അത് തുടങ്ങിയത് ഇപ്പൊ കാസ അടക്കമുള്ള കാര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തുടങ്ങിയത് BJP അല്ലെങ്കിൽ NDA നറേറ്റീവ്സ് ആയിരുന്നു. അത് തുടങ്ങി അവരതിലൂടെ ഗെയിംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വോട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല, അവർക്ക് ജയിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അതേ കാര്യം എന്ത് ചെയ്യാണ്, മറ്റു പലരും ഏറ്റെടുക്കുകയാണ്, അവർക്ക് അതിലൂടെ നേട്ടം ഉണ്ടാവുമെന്ന് ധരിക്കുകയാണ്. ശരിയാണ്. ചെറിയ ചില ബൈ ഇലക്ഷനിലൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ നേട്ടം ഒരു പക്ഷേ ചെറിയ ഒരു വോട്ട് പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നേട്ടത്തിനേക്കാൾ എത്രയോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള
പ്രശ്നങ്ങളാണ് മറുഭാഗത്ത് ഈ ഡിവിഷൻസ് കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിൽ പല സമയത്തും ഇപ്പം മൗനം ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പം 80-20 വിഷയം, അതേപോലെ തന്നെ മദ്രസ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതൊക്കെ വലിയ രൂപത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾ വളരെ വ്യാപകമായി നടക്കുകയും അത് നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം പോലും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇതിൽ ശരിക്കും പറഞ്ഞ മദ്രസ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, മദ്രസക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും മുസ്ലിങ്ങൾ മറുപടി പറയേണ്ട വിഷയമല്ല, അത് ഗവൺമെന്റ് പറയേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഇതൊക്കെ അതേപോലെ തന്നെ 80-20 വിഷയം, ഇതൊക്കെ മുസ്ലിം സംഘടനകൾ പോയിട്ട് മറുപടി പറയാ. എന്തിനാ മുസ്ലിങ്ങൾ മറുപടി പറയേണ്ട കാര്യം? മുസ്ലിം ആരാണോ ഇത് കൊണ്ടുവന്നത്, ആരാണോ ഈ വ്യത്യാസം ഉണ്ടാക്കിയത്, അതായത് 100% 80-20 ആക്കി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള 100 കൊടുത്തു. ആ 20 എന്തിന്, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു 100 എന്തിന് 80-20 ആക്കി? അത് ഒന്നാമത്തെ ഒരു കാര്യം, അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തത് 80-20 ആക്കിയപ്പോൾ കണ്ടോ 50-50 അല്ല 80-20 ആണ്, അല്ലെങ്കിൽ ജനസംഖ്യാനുപാതികല്ല 80-20 ആണ്. 80-20 വന്ന സമയത്ത് 50-50 അല്ല എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ വിമർശകരുടെ വിചാരം, ചില ആൾക്കാരെ വിചാരിക്കുന്ന ഇത് മൈനോറിറ്റീസിന് മൊത്തമുള്ള സാധനമാണ്, അത് എന്ത് ചെയ്യുന്നു 80-20 ആയിട്ട് കൊടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വില കൊടുക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതായിരുന്നുള്ളൂ. മുസ്ലിങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് കൊണ്ട് അവർ പിന്നോക്കത്തിലാണുള്ളത്, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പ്രത്യേകം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന 100 ാണ് പിന്നീട് 80-20 ആക്കി മാറ്റിയത്. അത് 20 എടുത്ത് ക്രിസ്ത്യൻസിന് കൊടുത്തത് എന്നുള്ള കാര്യം അത് ആരാ വിശദീകരിക്കേണ്ടത്? അത് ഭരണരംഗത്തുള്ള ആളുകളും ആ ഒരു ഗവർണർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് വിശദീകരിക്കേണ്ടത്. ഇവിടെ ആ 80 കിട്ടുന്ന സമുദായമല്ല ഇതിനെപ്പറ്റി പറയേണ്ടത്. ആ സംസാരത്തെ എങ്ങനെയാണ് ആളുകൾ അൺബയാസ്ഡ് ആയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ അതിൽ ന്യായമുണ്ടെന്ന് ഗവൺമെന്റിന്റെ ബാധ്യതയായിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് ക്ലാരിഫൈ ചെയ്യാന്നുള്ളത്. സമയത്ത് മുണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ മാക്സിമം കത്തിച്ചിട്ട് അതൊരു ഇലക്ട്രിക് ഗെയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ എത്തിച്ചിട്ട് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വളരെ ചെറിയ രീതിയിലുള്ള വിശദീകരണങ്ങൾ കൊണ്ട് ഇവിടെ ആരും അനീതി അനുഭവിക്കുന്നില്ല, ആർക്കും അത്തരത്തിൽ അന്യായമായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ചില പുകമറ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് അത് അവസാനിപ്പിക്കുന്നത്. അത് വളരെ അൺഫെയർ ആണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. 80-20 വിഷയത്തിലാണെങ്കിലും മദ്രസമ്പളത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ശബരിമലയാണെങ്കിലും ഇത്തരം വിഷയങ്ങളൊന്നും ഇനി ആവർത്തിക്കപ്പെടില്ല. അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന, എസ്പെഷ്യലി മൈനോറിറ്റീസ് തമ്മിലുള്ള ഡിവിഷൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് രണ്ട് മുന്നണികളിടത്ത് നമ്മൾ ഉറപ്പുവാകേണ്ടത് അനിവാര്യമാണെന്നുള്ളത്. കാരണം അത് പിന്നീട് എത്തിക്കുക ഈ ഇരു മുന്നണികളും ഇല്ലാത്ത വളരെ അപകടകമായ വിഷലിപ്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനത്തിലേക്കായിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി വിരുദ്ധമായിട്ടുള്ള ആൻറ്റി ഫാമിലി പോളിസീസ്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഗവൺമെൻറ്റിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടതാണ്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ വിവാഹത്തെ പിന്നെന്താ അതിനെ നിരുത്സാഹപ്പെടുത്തുക, അതേപോലെ തന്നെ സ്ത്രീ എംപവർമെൻ്റ് എന്നുള്ള പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ ബേർഡൻ കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ഈ ശാസ്ത്രവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ അമ്മയാകുന്നതിന് അതിൻ്റെ പ്രാധാന്യത്തെ വളരെ കുറക്കുക, അമ്മക്കൊരു മൂല്യമുണ്ടെന്നുള്ള ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു സിസ്റ്റത്തിനെ നറേറ്റീവിനെ ഇല്ലാതെയാക്കുക. അതേപോലെ തന്നെ ഒരുപാട് ടൈം, ഒരുപാട് ഇമ്പോർട്ടൻസ്, എഫേർട്ട്, വെൽത്തൊക്കെ ഫാമിലിക്ക് കൊടുക്കുന്നതിനെ ചെറുതാക്കി കാണിക്കുക, അബോർഷനെ വളരെ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ മൊത്തത്തിൽ കുടുംബത്തിന്റെ വളർച്ച നിലനിൽപ്പുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് എതിരായിട്ട് നിലപാടുകൾ എടുക്കണം. വളരെ ഗൗരവകരമായി കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ യൂണിറ്റാണ്. കുടുംബത്തെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് തുടരാനാണോ പ്ലാൻ, അല്ല അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായി. അതേപോലെ തന്നെ ഇതിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതായത് സ്ത്രീ വിരുദ്ധമാകുന്ന രൂപത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമെൻമെന്റ് ബില്ലടക്കം വന്നു. അപ്പോൾ അവിടെ എതിർപ്പുമായി രംഗത്ത് വരുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആളുകളും അതേപോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഘടനകളും അതിനോട് എതിർപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ഒരു ആണ് പെണ്ണാണെന്ന് സെൽഫ് പ്രൊക്ലെയിം ചെയ്താൽ, പെണ്ണ് ആണാണെന്ന് സെൽഫ് പ്രൊക്ലെയിം ചെയ്താൽ തന്നെ അത് അവരുടെ ജെൻഡറായിട്ട് പരിഗണിക്കാം എന്ന് പറയുന്ന സ്ത്രീകളുടെ സുരക്ഷയെ അങ്ങേയറ്റം പ്രശ്നത്തിലാക്കുന്ന, എന്ന് വെച്ചാൽ ജസ്റ്റ് ഞങ്ങൾ LGBT പ്രോ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സമൂഹത്തെയും അതേപോലെ തന്നെ സ്ത്രീകളെയും പിന്നെ വലിയ രൂപത്തിൽ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടുകൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും മന്ത്രി ബിന്ദുവിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ രൂപത്തിൽ അത് പ്രൊമോട്ട് ചെയ്യുകയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുക, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ പോലെയുള്ള കാര്യങ്ങളിലൂടെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്,
ആ വിഷയത്തിൽ അത് കൃത്യമായ നിലപാട് ചോദിക്കണം. നാഷണൽ വൈഡ് കോൺഗ്രസിന്റെ നിലപാട് ആക്ച്വലി ഇതിൽ കോൺഗ്രസിന് CPM നിലപാട് സിമിലർ ആണ്. അതിൽ സ്വാഭാവികമായിട്ടും CPM കുറച്ചും കൂടി പുരോഗമനമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിനപ്പുറം കോൺഗ്രസ് ഇതേ നിലപാടാണുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, നിങ്ങൾ എന്താണ് ഇതിൽ നിലപാട്? ഇപ്പോൾ സ്ത്രീ അവകാശങ്ങൾ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞു വരിക, ഞങ്ങൾ ട്രാൻസ്ജെൻഡറാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ അംഗീകരിക്കുക, അതുകൊണ്ട് സ്ത്രീ അവകാശങ്ങളും ഒക്കെ അവർ നേടിയെടുക്കുക. ഇതൊരു ഗ്ലോബൽ പ്രശ്നമാണ്. ഇത്തരത്തിൽ മാഗസിൻ കവറുകളിൽ, വിമൺ ഓഫ് ദി ഇയർ അവാർഡുകളിൽ, അതേപോലെ തന്നെ ബോക്സിങ്ങിൽ, ഇങ്ങനെ ഒരുപാട് സ്വിമ്മിങ്ങിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ഒന്നാം സ്ഥാനമോ നേട്ടങ്ങളോ ഒക്കെ അവർ കൊണ്ടുപോകുന്നൊരു ഗ്ലോബൽ പ്രശ്നം. ഈ പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടാവാൻ പോവുകയാണെന്ന് തന്നെ അർത്ഥം, ഈ സിസ്റ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിനെ എതിർക്കുന്ന, അതിലില്ലാതെയാക്കുന്ന ഒരു ബില്ല് വന്നതിനെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണതിൽ? സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണോ? അതേപോലെ തന്നെ ഈ ജെൻഡർ മൈനോറിറ്റീസിന് പോലും ലഭിക്കേണ്ട അവകാശങ്ങൾ ഇല്ലാതാക്കും വിധം ആണോ നിങ്ങളുടെ നിലപാടുണ്ടാകുന്നത്? അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫെമിനിസം പോലത്തെ വിഷയങ്ങളിൽ സ്ത്രീപക്ഷം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നു? കുടുംബത്തെ തകർക്കുന്നു, പുതിയ ജനറേഷൻ ഇല്ലാതെയാക്കുന്നു. ഈവൻ പോപ്പുലേഷനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോപ്പുലേഷൻ വീണ്ടും കുറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. സമാധാനത്തോടുകൂടി ആളുകൾ ഇരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസ്ഥയുള്ളത് ആളുകളുടെ കുടുംബത്തിലാണ്, തങ്ങളുടേതായിട്ടുള്ള മനുഷ്യരുടെ ചക്രത്തിലാണ്, വലയത്തിലാണ് എന്ന് പഠനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ സമാധാനത്തോടുകൂടി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടമായിട്ടുള്ള കുടുംബം ഇല്ലാതെയാക്കാനുള്ള നിലപാടുകൾ എടുക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഇത് എല്ലാം ഒപ്പം മനസ്സിലാക്കണം. ജെൻഡർ പൊളിറ്റിക്സ് ആണെങ്കിലും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആൻറ്റി ഫാമിലി പോളിസീസ് ആണെങ്കിലൊക്കെ ഇത് മുഴുവൻ സാമൂഹികമായിട്ടുള്ള മനുഷ്യൻ്റെ സമാധാനത്തോടുള്ള ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത് അശാസ്ത്രീയമാണ് ഏറ്റവും ബേസിക്കലി. അപ്പോൾ ഈ അൺസയൻറ്റിഫിക്കായ ഈ സമാധാനത്തെ സന്തോഷം ഇല്ലാതാക്കുന്ന നിലപാടുകളാണോ നിങ്ങൾക്ക് തുടർന്നുണ്ടാകാൻ പോകുന്നുള്ളത് ഗൗരവമായിട്ട് പ്രധാനമായിട്ടും വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ നമ്മുടെ ഈ ഓരോ പാർട്ടിയുടെ നിലപാടുകൾ എന്തായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രോ LGBT എന്ന് പറയും, പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവരുടെ നിലപാട് അത് തന്നെയാണെങ്കിലും അത് ഇമ്പോസ് ചെയ്യപ്പെടുന്ന അവസ്ഥ പലപ്പോഴും. ഇപ്പം ഈ ജെൻഡർ ന്യൂട്രാലിറ്റിൻ്റെ വിഷയത്തിലൊക്കെ അതാണ് സംഭവിച്ചത്. അതായത് ഓക്കെ, ഇപ്പോൾ CPM പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഈ സ്ത്രീവിരുദ്ധ നിലപാടൊക്കെ സ്വീകരിക്കുന്നത് ഓക്കെ, പക്ഷെ അത് എല്ലാവരുടെ മക്കളിലേക്കും അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ അതുണ്ടാകുമോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കേണ്ടതുണ്ട്. ഒന്നാമത് അവരുടെ പോളിസി ശരിക്കും സ്ത്രീവിരുദ്ധമാകാൻ പാടില്ല, സാമൂഹ്യ വിരുദ്ധമാകാൻ പാടില്ല. ഇനി അത് അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച്, അതിപ്പോൾ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്വകാര്യ ഇടങ്ങളിലോ ഏത് ആശയം അത് എത്ര ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലും എന്തോ ചെയ്തോട്ടെ, പക്ഷെ അത് പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ ഇല്ലേ? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. അവരുടെ പോളിസി കുറച്ചും കൂടി വൈഡറായിട്ട് പൊതുജനങ്ങൾ എന്നുള്ളതിനേക്കാൾ ഈ ലോകത്തെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുന്ന, പഠിച്ചു തുടങ്ങുന്ന കുട്ടികളിലേക്ക് അത് നടപ്പിലാക്കുന്നു. കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ശരിതെറ്റുകൾ ബോധ്യപ്പെടുന്ന, അതിനവർ സേവ് ചെയ്യുന്ന സമയത്തെ അവർക്ക് മുന്നിൽ എന്ത് ചെയ്യാണ്? ഈ അജണ്ടകൾ കൊണ്ടുപോയിട്ട് ഛർദ്ദിച്ചു വെക്കുകയാണ്. അപ്പം അങ്ങനത്തെ കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുന്നതാണ്. PMCന്റെ വിഷയം അതാണ്. കുട്ടികൾ ചരിത്രം പഠിക്കുമ്പോൾ, പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക്സ് കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു തുടങ്ങുമ്പോൾ, സേവായി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? PMCയിലൂടെ സംഘപരിവാർ നറേറ്റീവ്സ് കയറ്റാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് എസ്പെഷ്യലി അവിടെ അജണ്ടകൾ അത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് തലച്ചോറിലൊരു സേവ് ചെയ്യുന്ന രീതിയിൽ അടിച്ചമർത്തില്ല എന്നുള്ള, അടിച്ചേൽപ്പിക്കുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇതിൽ അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആണ് പെണ്ണാവുക, പെണ്ണാണാവുക എന്നൊക്കെ പറയുമ്പോൾ ആർജിത പദവിയാണെന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പം ആർജിച്ചെടുത്ത് പെണ്ണാവാൻ പറ്റും എന്ന് പറയുന്ന അത്രത്തോളം ഡിസ്ട്രക്റ്റീവായ കാര്യമടക്കം ടെക്സ്റ്റ് ബുക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒതന്റിക് ബുക്കാണത്. നമ്മളോട് വോട്ട് ചോദിച്ചു വരുന്നവരോട് ഈ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പി എല്ലാവരും എടുത്തു വെക്കണം. എന്നിട്ട് ചോദിക്കണം, ഇതാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇതെന്തിനാണ് എന്ന് ചോദിക്കണം. ഇനി കോൺഗ്രസ്സുകാർ വരികയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുമോ എന്നത് ചോദിക്കണം. അത് ചോദിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോൺഗ്രസ് അതിനെതിരല്ല, അവർ ഇതുവരെ അതിനെ എതിർത്തിട്ടില്ല. ഈ 9ാം ക്ലാസ് ബുക്കിന് ഇത് ഉൾപ്പെടുത്തിയതിനെയോ ഒന്നും എതിർത്തിട്ടില്ല. ഒഫീഷ്യലി അവർക്ക് ഇഷ്ടംപോലെ വിഷയങ്ങൾ എതിരഭിപ്രായം പറയുന്ന ആൾക്കാരാണ്, വലിയ ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരാണ്. അത്തരത്തിൽ ഒരു പ്രതിപക്ഷ ക്യാമ്പയിൻ പോലും 9ാം ക്ലാസ്സിലെ ടീനേജിലേക്ക് കടന്ന ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന, ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു 15 or 16 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സുകാരന് പഠിപ്പിച്ചെടുക്കുന്ന ഈ കാര്യത്തിനെതിരെ കോൺഗ്രസ് ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. CPM അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുമാണ്. ഇനി ഒരു അവസാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അത് നമ്മൾ സ്ഥിരം സംസാരിക്കാതെ ജസ്റ്റ് സൂചിപ്പിച്ച് പോവാണ്. സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ വിജയരാഘവനെ പോലെയുള്ള ആളുകൾ, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈവൻ ഉത്തരവാദിത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്
എന്തെങ്കിലും ഒരു സാമൂഹിക വിഷയം വന്നാൽ പോലും അതിൽ സമരത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ മതം നോക്കി അത് പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെയുള്ള പല സാധനങ്ങളും എടുത്തിട്ട് അതൊക്കെ ഈ വർഗീയ ചുവയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത് ഉണ്ടാവുമോ? അതായത് ഒരു ജനകീയ ആവശ്യം മുന്നിൽ വെക്കുമ്പോൾ പോലും അത് മുസ്ലിം തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, വോട്ടിനെ പേടിച്ചുകൊണ്ട് ഈ വർഗീയതയോട് സമരസപ്പെടുക. ഫോർ എക്സാമ്പിൾ വെള്ളാപ്പള്ളി ഒരു വർഗീയ നിലപാട് പറയുമ്പോഴേക്ക് അതിനെ തള്ളി പറയാൻ ഭയങ്കര മടി ഉണ്ടാവുക. അദ്ദേഹം ഒരു വിശുദ്ധ ആത്മാവാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ പറ്റിയിട്ട്. അതേപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി വളരെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. സ്റ്റേജിലിരുത്തി, കാറിൽ കയറ്റി, ഇതൊക്കെ വലിയ മെസ്സേജാണ് കൊടുക്കുന്നത് സൊസൈറ്റിക്ക്. ഇയാൾ പറഞ്ഞിട്ടുള്ള മുസ്ലിം വിരുദ്ധതക്ക്, വർഗീയതക്ക് ഞങ്ങൾ അനുകൂലമാണ്, അല്ലെ അതിനെ ഞങ്ങളൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയിൽ വായിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു ഫാദറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സമയത്ത് അവിടെ തിരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട EN വാസവനെ പോലത്തെ അന്ന് അദ്ദേഹം മന്ത്രിയാണ്, വളരെ ഗൗരവമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, അവിടെ തിരുത്തുന്നതിനപ്പുറം നാർക്കോട്ടിക് ജിഹാദി കേരളത്തിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് പറഞ്ഞ് ഒരു പണ്ഡിതനാണ്. അതെ, അവിടെ പോയിട്ട് സംസാരിച്ചാൽ വിചാരിച്ച പോലെ നല്ലൊരു പണ്ഡിതനായിട്ട് മനസ്സിലാണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വർഗീയത പറയുകയും ചെയ്ത് വർഗീയതയിൽ ഇടപെടുകയും ചെയ്യരുത്, വർഗീയതയെ വോട്ടിന് വേണ്ടിയിട്ട് സമരസപ്പെടുന്നൊരവസ്ഥയും ഉണ്ടാവുന്നതാണ്. അത് ഉറപ്പുവരുത്തണം നമ്മൾ നിർബന്ധമായിട്ടും. അത് നാട്ടിൽ ഏത് സ്ഥലത്തുള്ള ആളുകളാണെങ്കിലും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളോട് ശരിക്കും നമ്മൾ വളരെ 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 ഗൗരവത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട്. അത് കാരണം കേരളത്തിൽ ഈ ഒരു ഇലക്ഷനോ അടുത്ത ഇലക്ഷനോ അല്ല, അത് കേരളത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന കാര്യമാണ്. ഇവിടെ വർഗീയത വളരുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ വിട്ടു പോവുക. കലാപങ്ങൾ വരെ ഉണ്ടാവാൻ വർഗീയമായിട്ടുള്ള ഇത്തരം നറേറ്റീവ്സ് കാരണമാവും. നമ്മൾ മുഴുവൻ സമാധാനത്തില്ലാതേക്കും, മുഴുവൻ ഭരണപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തകർക്കും, ഇല്ലാതാക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇനി ഏറ്റവും അവസാനം ഈ ഇലക്ഷൻ അവസാന ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വരിക അല്ലേ, പ്രത്യേകിച്ചും ഈ കാഫിർ സ്ക്രീൻഷോട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവരെ കൃത്യമായി അത് ചെയ്തതിൻ്റെ റിഗ്രറ്റ് പലപ്പോഴും കേരളീയ പൊതുസമൂഹം അതിനെ ആളുകൾക്ക് തന്നെ നല്ല പക്വമായിട്ട് തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അമ്മാതിരി പണി ആർക്കും ചെയ്യാൻ തോന്നരുത്. അത് പിന്നെ ഓരോ ലെറ്റർ പുറത്തിറക്കുക, പിന്നെ പേരില്ലാത്ത ലെറ്ററുകൾ ഇറക്കുക, അതിൽ സ്ക്രീൻഷോട്ടുകൾ ഇറക്കുക, ഇതൊക്കെ അവസാന ദിവസം കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ പരിപാടി എടുത്താൽ അത് ചെയ്യുന്ന ആളുകൾക്ക് തോന്നണം ഈ പണി ചെയ്താൽ ഞങ്ങൾക്ക് ഉള്ളതും കൂടി പോവും എന്ന് തോന്നുന്ന രൂപത്തിൽ നല്ല മറുപടി ആ രൂപത്തിൽ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യുള്ള സാധനം വോട്ടാണ്. ആ വോട്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മളോട് വേറെ വിഷയങ്ങൾ എതിർത്ത ആളുകളും ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു വിനയത്തോടെ ആയിരിക്കും വരിക എന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്തൊരു വോട്ടുണ്ട്, ആ വോട്ട് വേറെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത വോട്ടാണ്. എൻ്റെ വോട്ട് എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വാല്യുള്ള കാര്യമാണ്. അപ്പോൾ ആ മറുപടികൾ വോട്ടിലൂടെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കിട്ടുമെന്ന് മനസ്സിലായാൽ ഇവർ ഇതിന്നൊക്കെ പിന്നാണ്ട് പോകും. അതായത് ഇങ്ങനെ കുറേ വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചടി ഉണ്ടാവുക. പൊതുസമൂഹം കുറച്ചുകൂടിയൊക്കെ നല്ല രൂപത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ അമ്മാതിരിയുള്ള പണിക്ക് പോകില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വോട്ട് ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇത്തരത്തിലുള്ള പ്രവണതകളെ തിരുത്താൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത ഈ കാര്യങ്ങൾ ഓരോന്നും, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി നോട്ട് ചെയ്ത് വരുന്ന ആളുകളോട് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്ന കാര്യങ്ങളിൽ ഇന്ന നിലപാടുകൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഇത് തിരുത്തേണ്ടതാണ്, നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി ചോദിക്കാനും അറിയാനും ഡിമാൻഡ് ചെയ്യാനും കൂടി സാധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അത് ഏത് മുന്നണിയാണെങ്കിലും അത് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ രൂപത്തിൽ കുറച്ചുകൂടി റെസ്പോൺസിബിൾ വോട്ടേഴ്സായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. എങ്കിലാണ് ജനപ്രതിനിധികളുടെ മനസ്സിൽ ഓക്കെ, ഞാൻ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇന്നൊരാവശ്യം നന്നായി ഉയർന്നു കേട്ടിരുന്നു, അത് ജനങ്ങളുടെ ആവശ്യമാണ്, ജനങ്ങൾക്ക് സ്വസ്ഥത വേണം, ജനങ്ങൾക്ക് വർഗീയതയില്ലാത്തൊരു അവസ്ഥ വേണം. അതേപോലെ തന്നെയാണ് ഇതിലൊക്കെ ഈ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളതാണ് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് അല്ലേ. ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് പടരുന്ന ഒരു അവസ്ഥയായിട്ട് മലയാളി സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആർക്കും എന്ത് വൃത്തികേടുകളും വിളിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഹെയ്റ്റ് സ്പീച്ച് നിരോധന നിയമം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പക്വമായി ആലോചിക്കുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഇത് ഇലക്ട്രലി ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും മിനിമം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലത്തെ പാർട്ടികളെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാഡർ ഉള്ള പാർട്ടികളാണ്. അവർ ഏറ്റവും മിനിമം ഈ വിഷയങ്ങൾ അവരുടെ പാർട്ടി ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ സ്ഥലങ്ങളിൽ ചർച്ചയ്ക്കെങ്കിലും വരും. ഇപ്പോൾ പലപ്പോഴും മനസ്സിലാക്കിടത്തോളം പല സ്ഥലങ്ങളിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് റിവ്യൂസ് എടുത്തിരുന്ന ഒരു പാർട്ടി ഇരുന്നവർ, പക്ഷേ റീസെൻ്റ്ലി ഇതിന് മുമ്പത്തെ ഇലക്ഷനുകൾക്കുന്ന ആ ഒരു റിവ്യൂ ഒന്നും പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ഇത് റിവ്യൂ കിട്ടുന്നില്ല എന്ന് പോലെ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂ കിട്ടുന്നില്ലെങ്കിൽ ആ റിവ്യൂ നമ്മൾ ഉണ്ടായി കൊടുക്കണം. അപ്പോൾ ശരിക്കും ഏറ്റവും കുറഞ്ഞത് അവരുടെ കമ്മിറ്റികളിലെങ്കിലും
ആളുകൾക്ക് സീരിയസ്ലി ഇങ്ങനത്തെ പരാതികളുണ്ട്, ഇത് പ്രശ്നമാണ്, നമ്മുടെ ഈ നയം പ്രശ്നമാണ്, നമ്മൾ ഇത് മാറ്റേണ്ടതുണ്ട്, വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് മാറ്റേണ്ടതുണ്ട്, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഗവേണൻസുമായി, ഹോം അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത് ശരിയല്ല. ഇത് ഏതെങ്കിലും പ്രത്യേക മനുഷ്യർ, പ്രത്യേക വ്യക്തി, ആ വ്യക്തി ഇങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളത് ഫോളോ ചെയ്ത് പോകേണ്ടതില്ല. നമ്മൾ വലിയൊരു പാർട്ടിയാണ്, അത് ഇനി കോൺഗ്രസ് ആണെങ്കിലും അത് CPM ആണെങ്കിലും ലീഗ് ആണെങ്കിലും ആരാണെങ്കിലും വലിയൊരു പാർട്ടിയാണ്, വലിയൊരു ഒരു ജനങ്ങളുടെ കൂട്ടമാണ് നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾ ഇങ്ങനെയാണ്, പ്രത്യേക വ്യക്തികൾ ഇങ്ങനെ താല്പര്യമുണ്ട്, അവരിങ്ങനെ ചെയ്തു പോയി, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ന്യായീകരിച്ച് നിൽക്കേണ്ട മനുഷ്യന്മാരല്ല. കാരണം നമ്മളൊരു വലിയ സിസ്റ്റമാണ്, ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ മേഖലകളിൽ തിരുത്തൽ നിർബന്ധമാണെന്നൊരു ബോധ്യം അറ്റ്ലീസ്റ്റ് ആ കമ്മിറ്റികൾക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ റിവ്യൂസ് പോകുന്നതാണ്. ഈ ഒരു സമയമാണ് ഏറ്റവും നല്ല അനുയോജ്യമായ സമയത്ത് ഇത് റേസ് ചെയ്യാനുള്ള നല്ല സമയം. മാത്രമല്ല ഇത് നമ്മൾ ഓരോരുത്തരും റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ റേസ് ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്ന് സൈഡിലേക്ക് ചെയ്യാൻ പറ്റും. അതായത് ആരാണോ റേസ് ചെയ്യുന്നത് അവർ തീവ്രവാദി, അവർ മൗലികവാദി, അവർ പ്രശ്നക്കാർ, അവർ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ടേംസ് കൊടുത്ത് അല്ലെങ്കിൽ ചാപ്പകൾ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇത് എല്ലാവരും ഒരുപോലെ ഈ വിഷയങ്ങൾ പറയണം. എല്ലാവരും ഒരുപോലെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് തിരിച്ചിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ജനങ്ങളുടെ പ്രശ്നം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ റിവ്യൂസിലേക്ക് ഇത് എത്തുന്നില്ല? അത് കുറച്ച് ആൾക്കാർ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഇത് കൃത്യമായി ഗൗരവത്തോടു കൂടി എടുക്കുകയും നമ്മൾക്കിത് കൺസേൺ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസേൺ ആയിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾ CPM കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ലീഗുകാരനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്കിത് പറയാം അല്ലേ? നിങ്ങൾ വോട്ട് മാറ്റി കുത്തണമെന്നില്ല, നിങ്ങൾക്കിത് പറയാലോ, റേസ് ചെയ്യാലോ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ വോട്ടടക്കം അതിനനുസരിച്ചായിരിക്കണം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വോട്ടടക്കം. പക്ഷേ നിങ്ങൾ ഇനി പാർട്ടിയുടെ അടിച്ചുറച്ച ആളാണെങ്കിൽ പോലും നിങ്ങൾക്കിത് റേസ് ചെയ്യാം. അപ്പോൾ ആ നിലക്ക് നമ്മൾക്കിത് കൃത്യമായി റേസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇതാണ് ഏറ്റവും നല്ല ഇലക്ഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമ്മൾ മൊത്തം കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ റീജിയണൽ വിഷയങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവണം, കേരളത്തെ ഭരിക്കുന്ന മുന്നണി ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയം ഇതാണ്. മാത്രമല്ല ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന കേരളത്തിനെ വ്യക്തമായി ഡിവൈഡ് ചെയ്ത് ഒരു 140 സ്ഥലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ റീജിയണൽ പ്രശ്നങ്ങൾക്കപ്പുറം മൊത്തത്തിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ ഇഷ്യൂസ് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ സമയം, ഇതാണ് ആക്ച്വൽ എന്താ പറയുക, നമ്മൾ ഇടപെടലുകൾ അനിവാര്യമായിട്ടുള്ള സന്ദർഭം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മാക്സിമം ഉപയോഗിക്കുക. നമ്മൾ ഏറ്റവും മൂല്യമുള്ള വോട്ടിന് ആ മൂല്യമുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആ നിലക്ക് റെസ്പോൺസിബിളായി കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.